ഫ്രഞ്ച് വിപ്ലവ സ്മരണയുടെ 100ാം വാർഷിക നാളിൽ ഫ്രഞ്ച് ഭരണാധികാരികൾ മയ്യഴി അഴിമുഖത്തെ ടാഗോർ പാർക്കിൽ സ്ഥാപിച്ച അഭൗമ സൗന്ദര്യമുള്ള പ്രതിമ തകർച്ചയുടെ വക്കിൽ. ശില്പത്തിന്റെ മുഖം നിറയെ വസൂരി പിടിപെട്ട പോലെ കുരുക്കൾ വന്ന് വികൃതമായിരിക്കുകയാണ്. പാർക്കിലെത്തുന്ന സഞ്ചാരികളെ ഏറെ ആകർഷിച്ചു വന്ന അതീവ പ്രാധാന്യമുള്ള ഫ്രഞ്ച് വാസ്തുശില്പം ചാരുതയാർന്ന ചരിത്ര സ്മാരകമാണിത്. പാർക്കിലെത്തുന്ന വിദേശ സഞ്ചാരികളെ ഏറെ ആകർഷിച്ചു വന്ന അതീവ പ്രാധാന്യമുള്ള ഫ്രഞ്ച് വാസ്തുശില്പ ചാരുതയാർന്ന ചരിത്ര സ്മാരകമാണിത്. പാർക്കിന് നടുവിൽ വിസ്താരമേറിയ തറയിൽ അതീവ പ്രൗഢിയോടെ ഇന്നും നിലകൊള്ളുന്ന മരിയന് പ്രതിമ ചരിത്രാന്വേഷികൾക്ക് മായിക കാഴ്ചയാണ്. മാഹിയിലെ ഫ്രഞ്ച് പൗരന്മാർക്ക് ഇത് വെറുമൊരു പ്രതിമയല്ല, അനശ്വരമായ ഫ്രഞ്ച് വിപ്ലവത്തിന്റെ ജ്വലിക്കുന്ന സ്മാരകം കൂടിയാണ്. ജൂലൈ 14-നും നവംബർ 11-നും അവർ ഈ സ്തൂപത്തിൽ മുന്നിലെത്തി ഫ്രഞ്ച് ദേശീയഗാനമായ മർസേയയും ഇന്ത്യൻ ദേശീയഗാനവും ആലപിച്ച് ഇരു രാഷ്ട്രങ്ങളുടെയും പതാകകൾക്ക് സല്യൂട്ട് ചെയ്ത് മറിയന് പ്രതിമയിൽ പുഷ്പമാല്യം ചാർത്തും. പ്രതിമയുടെ ശില്പികൾ ഷാർലെ ഗൊത്തിയോയും ജാക്ക് ഫ്രാൻസ് സായിപ്പുമാണ്. ടാഗോർ പാർക്കിൽ സർവ്വ ആദരവോടും കൂടിയാണ് മരിയൻ പ്രതിമ പരിപാലിക്കപ്പെടുന്നത്. ഫ്രഞ്ച് വിപ്ലവത്തിന്റെ സ്മാരകമാണെങ്കിലും മയ്യഴിക്കാരെല്ലാം തങ്ങളുടെ ദേവതയുടെ സ്ഥാനമാണ് മരിയനിന് നൽകിപ്പോരുന്നത്. ഫ്രഞ്ച് വിപ്ലവം വിജയിച്ചതോടെ രാജാവിനെതിരെ പോരാടിയതിന്റെ പ്രതീകമായാണ് മരിയന് പ്രതിമ സ്ഥാപിക്കപ്പെട്ടത്. 1789-ലാണ് ഫ്രഞ്ച് വിപ്ലവം നടന്നത്. വിപ്ലവത്തിന്റെ ശതാബ്ദി ആഘോഷിച്ചുകൊണ്ട് 1889 ഡിസംബറിലാണ് പ്രതിമ ഇവിടെ പുഴയോരത്ത് സ്ഥാപിച്ചത്. ഫ്രാൻസിൽ നിർമ്മിച്ച മരിയന് പ്രതിമ ഏറെ പ്രയാസപ്പെട്ടാണ് ഫ്രഞ്ചുകാർ മാഹിയിലെത്തിച്ചത്. ഫ്രാൻസിൽ രൂപകൽപ്പന ചെയ്ത് നിർമ്മിച്ച ഈ സ്വാതന്ത്ര്യ സ്തൂപം കപ്പൽ വഴി മാഹിയിലേക്ക് കൊണ്ടുവരികയായിരുന്നു. പ്രതിമയിൽ റോമക്കാരുടെ സ്വാതന്ത്ര്യ ചിഹ്നമായ ഫ്രീജിയൻ തൊപ്പിയും ശാന്തിയുടെ അടയാളമായ ഓക്ക് ഒലീവ് ഇലകൾ കൊണ്ടുള്ള മാലയും അണിയിച്ചിട്ടുണ്ട്. മാഹിയിൽ ദേശീയ പ്രസ്ഥാനം സജീവമായ വേളയിൽ ഫ്രഞ്ച് വിരുദ്ധ പോരാട്ടത്തിനിടെ ഒരിക്കൽ മരിയന് പ്രതിമ മയ്യഴി പുഴയിലേക്ക് വലിച്ചെറിയപ്പെട്ടിരുന്നു. വർഷങ്ങൾക്ക് മുമ്പ് മാനസിക വെല്ലുവിളി നേരിടുന്ന ഒരാളുടെ പരാക്രമത്തിനും മരിയന് പ്രതിമ ഇരയായി. അന്ന് തല തല്ലിപ്പൊട്ടിച്ച് ഈ പ്രതിമ മയ്യഴി പുഴയിലേക്ക് എറിയപ്പെടുകയായിരുന്നു. 2 തവണ മാഹിപ്പുഴയിൽ പതിച്ച പ്രതിമ മയ്യഴി ഭരണകൂടം വീണ്ടും പുറത്തെടുത്ത് പുനഃസ്ഥാപിക്കുകയായിരുന്നു. എന്നാൽ മരിയന് പ്രതിമയ്ക്ക് കണ്ണുകൊള്ളാതിരിക്കാൻ ഫ്രഞ്ചുകാർ രക്ഷകെട്ടിയ കഥ അധികമാർക്കും അറിയില്ല. ഗ്രീക്ക് ഇതിഹാസ കഥകളിലെ മെഡൂസയുടെ തലയാണ് മരിയന് പ്രതിമയെ സംരക്ഷിക്കാൻ കെട്ടിയിട്ടുള്ളത്. ഗ്രീക്ക് കഥയിലെ സ്ത്രീ പിശാചുക്കളായ 3 പേരിൽ ഉഗ്രരൂപിണിയാണ് മെഡൂസ. തലമുടി പാമ്പുകളായി ഇഴയുന്ന തരത്തിലാണ് രൂപം. തുറിച്ച കണ്ണുകളുടെ മെഡൂസയുടെ ദൃഷ്ടിയിൽപ്പെട്ടാൽ ശിലയായി മാറുമെന്നാണ് വിശ്വാസം. മലയാളികൾ കണ്ണേറിൽ വിശ്വസിച്ചുകൊണ്ട് രൂപങ്ങളും ചിത്രങ്ങളും വരയ്ക്കുന്ന പതിവുണ്ട്. അതിന്റെ യൂറോപ്യൻ പകർപ്പാണ് മെഡൂസയുടെ രൂപത്തിൽ ഫ്രഞ്ചുകാർ കൊത്തിവെച്ചിരിക്കുന്നത്. അങ്ങനെയാണ് മരിയനിലൂടെ മെഡൂസയും മാഹിയിലെത്തിയത്. മയ്യഴിയിലെ ഇന്തോ ഫ്രഞ്ച് സംസ്കൃതിയുടെ മൂല്യവത്തായ ഈ ശേഷിപ്പ് സംരക്ഷിക്കാൻ അധികൃതർ അടിയന്തര നടപടികൾ സ്വീകരിക്കേണ്ടതുണ്ട്.